പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ജപമാലയുടെ മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനാത്മകമായി പ്രാർത്ഥിക്കുന്നതിന് സഹായകമായ കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈശോയുടെ തിരുവുത്ഥാനം മുതൽ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ കിരീടധാരണം വരെയുള്ള 5 രക്ഷാകര സംഭവങ്ങളാണ് മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവയെ മഹിമയുടെ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അത്യുന്നതനായ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും മഹത്വവും തെളിയിക്കപ്പെട്ട മഹാ അത്ഭുത സംഭവങ്ങൾ തന്നെയാണ് ഇവയെല്ലാം. ഈ മഹിമയുടെ ദിവ്യരഹസ്യത്തിലൂടെ നാം ഏറ്റുപറയുന്നത് മരണത്തിൻ്റെ മേലുള്ള യേശുവിൻ്റെ നിത്യമായ വിജയം, അതുപോലെ നിത്യതയെ പറ്റിയുള്ള കർത്താവിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം, വീണ്ടും വിശ്വാസികൾക്ക് ലഭിക്കാനിരിക്കുന്ന ഭാവി മഹത്വത്തെ പറ്റിയുള്ള പ്രത്യാശ, ഇത് മൂന്നും മഹിമയുടെ ദിവ്യരഹസ്യത്തിലൂടെ നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക. ഒന്നാം ദിവ്യരഹസ്യം തിരുവുത്ഥാനം. ലോക ചരിത്രത്തിൽ തന്നെ നടന്ന അത്ഭുതങ്ങളിൽ വച്ച് ഏറ്റവും വലിയ അത്ഭുതമാണത്. കല്ലറയിൽ അടക്കപ്പെട്ട യേശുവിൻ്റെ 3-ാം ദിവസമുള്ള മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രപഞ്ചത്തെയും സകല സൃഷ്ടികളെയും അത്ഭുത സ്തബ്ധരാക്കിയിട്ടുണ്ട്. യേശുവിൻ്റെ ഉയർപ്പിന് അടിസ്ഥാനമായി സഭ സ്വീകരിക്കുന്നത് കർത്താവിൻ്റെ ഒഴിഞ്ഞ കല്ലറയും ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളുമാണ്. ശിഷ്യന്മാർക്ക് പലതവണ ഈശോ പ്രത്യക്ഷപ്പെടുന്നതായി വിശുദ്ധ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവരോടൊത്ത് കർത്താവ് ഉയർത്ത ശേഷം അവരോടൊത്ത് ഭക്ഷണം കഴിക്കുന്നതായിട്ടും വിവരിക്കുന്നുണ്ട്. 40 ദിവസങ്ങൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ പഠിപ്പിക്കുന്നതായും വിശുദ്ധ ബൈബിൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പൗലോസ്ലീഹായുടെ വിവരണം നമുക്ക് ശ്രദ്ധിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. ഞാൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് ഞാൻ ഒന്നാമതായി തരുന്നു. അതെന്തെന്നാൽ ലിഖിതങ്ങൾ അനുസരിച്ച് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം 500-ലധികം സഹോദരങ്ങൾക്ക് ഒരേ സമയം പ്രത്യക്ഷനായി. അവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, ചിലർ മരിച്ചുപോയി. പിന്നീട് അവൻ യാക്കോബിനും അത് കഴിഞ്ഞ് എല്ലാ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. ഏറ്റവും അവസാനമായി അകാലജാതൻ എന്ന പോലെ എനിക്കും അവൻ പ്രത്യക്ഷനായി. യേശുവിൻ്റെ പുനരുത്ഥാനം അവിടെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നെങ്കിലും
ശിഷ്യന്മാരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തത്സമയം അത് കണ്ടവരും ആരുമില്ല. എന്നിരുന്നാലും കർത്താവിൻ്റെ ഉയർപ്പിനെ പറ്റി ആദിമ ക്രൈസ്തവർക്കും സഭയ്ക്കും 100% ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം 638 ഖണ്ഡികയിൽ പറയുകയാണ്, യേശുവിൻ്റെ പുനരുദ്ധാനം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ പരമോന്നത സത്യമാണ്. ആദിമ ക്രൈസ്തവ സമൂഹം കേന്ദ്ര സത്യമായി ഇത് വിശ്വസിക്കുകയും ജീവിക്കുകയും അടിസ്ഥാനപരമായ ഒന്നായി പാരമ്പര്യത്തിലൂടെ പകർന്നു നൽകുകയും ചെയ്തു. ഇത് പുതിയ നിയമരേഖകളാൽ സുസ്ഥാപിതവും കുരിശിനോടൊപ്പം പെസഹാ രഹസ്യത്തിൻ്റെ കാതലായ ഒരു ഭാഗമായി പ്രഘോഷിക്കപ്പെട്ടതുമാണ്. മതബോധത്തിൻ്റെ അടുത്ത ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന രഹസ്യം ഒരു യഥാർത്ഥ സംഭവമാണ്. അതിൻ്റെ ആവിഷ്കരണങ്ങൾ പുതിയ നിയമം സാക്ഷ്യം വഹിക്കുന്ന പോലെ ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ സുവിശേഷ പ്രസംഗം കർത്താവിൻ്റെ തിരുവുത്ഥാനത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. പത്രോസിൻ്റെ 5 പ്രഭാഷണങ്ങൾ അപ്പോസ്തല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെന്തക്കോസ്തായുടെ പശ്ചാത്തലത്തിലായിരുന്നു ആദ്യത്തെ പ്രസംഗം. അന്ന് പത്രോസ് ഇങ്ങനെയാണ് പ്രസംഗിച്ചത്: യേശുവിനെ നിങ്ങൾ നിയമരഹിതരുടെ കൈകളാൽ കുരിശിൽ തറച്ചു കൊന്നു. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ജന്മനാ മുടന്തനെ സുഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 3:15 ഇങ്ങനെ പ്രഘോഷിച്ചു, ജീവന്റെ അതിനാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ജന്മനാ മുടന്തനെ സുഖപ്പെടുത്തിയതിനെ സംബന്ധിച്ച് രണ്ടാമത് യഹൂദ അധികാരികൾ പത്രോസിനെയും പറ്റും ചോദ്യം ചെയ്തപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4:10 പത്രോസ് ഇങ്ങനെ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്: നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം മുഴുവനും ഇത് അറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരിൽ നിന്നും ദൈവം ഉയർത്തിയവനുമായ നസറായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നീട് കാരാഗൃഹത്തിൽ നിന്ന് അത്ഭുതകരമായി മോചനം പ്രാപിച്ച ശേഷം പത്രോസ് നടത്തിയ പ്രസംഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 5:30 പത്രോസ് പറയുകയാണ്: നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന നസറായനായ യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇക്കാര്യങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികൾ ആണ്. പിന്നീട് കൊർന്നേലിയുസിന്റെ ഭവനത്തിൽ വിജാതീയരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10:39-40 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു: അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു, എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. യേശുവിൻ്റെ പുനരുദ്ധാനം വഴി എന്താണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, യേശുവിൻ്റെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ആധികാരികത തിരുവുത്ഥാനം തെളിയിച്ചു. രണ്ടാമതായി, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ നിറവേറി. മൂന്നാമതായി, യേശുവിൻ്റെ ദൈവിക വ്യക്തിത്വത്തിൻ്റെ സത്യം അവിടുത്തെ തിരുവുത്ഥാനത്താൽ സ്ഥിരീകരിക്കപ്പെട്ടു. നാലാമതായി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കർത്താവിൻ്റെ കുരിശുമരണം വഴി പാപത്തിൽ നിന്ന് നാം വിമോചിതരായി, എങ്കിലും പുനരുദ്ധാനം വഴിയാണ് ദത്തുപുത്ര സ്ഥാനം, അതായത് യേശുവിൻ്റെ സ്വന്തം സഹോദരൻ്റെ സ്ഥാനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്.
യേശുവിൻ്റെ ജീവനിൽ യഥാർത്ഥമായ ഒരു ഭാഗഭാഗിത്വം നമുക്ക് നൽകപ്പെട്ടു ക്രിസ്തുനാഥൻ്റെ പുനരുത്ഥാനം വഴിയായി. അത് നമ്മുടെ ഭാവിയിലുള്ള പുനരുത്ഥാനത്തിൻ്റെ മൂലകാരണവും ഉറവിടവും കൂടിയാണെന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ ജപമാലയുടെ മഹിമയുടെ രഹസ്യത്തിൻ്റെ ഒന്നാം രഹസ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സർവാതിശായിയായ മഹത്വം ആത്മന കണ്ടുകൊണ്ടും അതിൽ പരിശുദ്ധ മാതാവ് അനുഭവിക്കുന്ന പരമാനന്ദം പങ്കുചേർന്നുകൊണ്ടും നമുക്ക് പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ ജീവിതത്തിന് ഒരു പൂർണ്ണമായ നവീകരണം തരണമേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. മഹിമ രണ്ടാമത്തെ രഹസ്യം ക്രിസ്തുനാഥൻ്റെ സ്വർഗാരോഹണമാണ്. സുവിശേഷം അതേപ്പറ്റി നൽകുന്ന വിവരണം ഇങ്ങനെയാണ്: അങ്ങനെ കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകുകയും ചെയ്തു. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക മതബോധ ഗ്രന്ഥത്തിൻ്റെ 659 ഖണ്ഡികയിൽ ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരം, ഇത് 659 ഖണ്ഡികയിലാണ്. ക്രിസ്തുവിൻ്റെ ശരീരം അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ നിമിഷത്തിൽ തന്നെ മഹത്വീകൃതമായി. അവിടുത്തെ ശരീരം ഉത്ഥാനശേഷം സ്ഥിരമായി അനുഭവിക്കുന്ന നവീനവും പ്രകൃത്യാതീതവുമായ സവിശേഷതകൾ കൊണ്ട് അത് തെളിയിക്കപ്പെടുന്നു. എന്നാൽ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ സാധാരണ രീതിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ദൈവരാജ്യത്തെപ്പറ്റി അവരെ പഠിപ്പിക്കുകയും ചെയ്ത 40 ദിവസക്കാലത്തേക്ക് അവിടുത്തെ മഹത്വം സാധാരണ മനുഷ്യപ്രകൃതിയുടെ പരിവേഷത്തിന് കീഴിൽ മറഞ്ഞിരുന്നു. ദൈവിക മഹത്വത്തിലേക്കുള്ള തൻ്റെ മനുഷ്യപ്രകൃതിയുടെ തിരിച്ചുവരവില്ലാത്ത പ്രവേശനമായിരുന്നു യേശുവിൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെടൽ. ആ മഹത്വത്തിൻ്റെ പ്രതീകമാണ് മേഘവും സ്വർഗവും. ആ സമയം മുതൽ അവിടുന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. തികച്ചും അപൂർവവും അനന്യവുമായ ഒരു രീതിയിൽ യേശു തൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെടലിൽ അകാല പ്രജയ്ക്കെന്ന പോലെ പൗലോസിന് തന്നെ കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ അപ്പോസ്തലനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. യേശുവിൻ്റെ സ്വർഗാരോഹണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒരു ദൈവിക രഹസ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സഭയുടെ പ്രബോധന രേഖകൾ ഇതിനു വേണ്ടി സ്വീകരിക്കുന്നത്. 661 ഖണ്ഡികയിൽ 660 ഖണ്ഡികയിൽ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: മഗ്ദലേന മറിയത്തോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ, അതായത്, ഞാൻ ഇനിയും എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്തിട്ടില്ല, എന്നാൽ നീ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് എന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. സഭ പറയുകയാണ്, ഈ വാക്കുകളിൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മഹത്വവും പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മഹത്വവും തമ്മിൽ ആവിഷ്കരണത്തിലുള്ള ഒരു വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. സ്വർഗാരോഹണ സംഭവം ചരിത്രപരവും സർവാതിശായിയുമായ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള അവസ്ഥാന്തരത്തെ ദ്യോതിപ്പിക്കുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ മഹത്വം സ്വർഗാരോഹണത്തോടെ അതിനേക്കാൾ ഉയർന്ന ഒരു ലെവലിലേക്ക് പ്രകാശിപ്പിക്കപ്പെടുന്നുവെന്നാണ്
ഈ പ്രബോധനം പറഞ്ഞു തരുന്നത്. വീണ്ടും സഭ പഠിപ്പിക്കുകയാണ് മതബോധ ഗ്രന്ഥം 661 മനുഷ്യർക്ക് പിതാവിൽ നിന്ന് വന്നവനല്ല മാത്രമേ പിതാവിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. ഈശോ യോഹന്നാൻ 3:13 പറയുകയുണ്ടായല്ലോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. യേശുവിൻ്റെ സ്വർഗ ആരോഹണം അവിടുത്തെ ദൈവത്വത്തെ ഒന്നുകൂടി സ്ഥിരീകരിക്കുന്ന സംഭവമാണ്. തുറന്നു സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപ്രകൃതിക്ക് അതിൻ്റെ സ്വാഭാവികമായ കഴിവുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുകയില്ല. ഈ പ്രവേശനം മനുഷ്യനെ സാധ്യമാക്കാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രവേശനത്തിൻ്റെ മുന്നോടിയായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. ശിരസ്സായ ക്രിസ്തു പ്രവേശിച്ച അതേ മഹത്വത്തിലേക്ക് ആ ശിരസിൻ്റെ അവയവങ്ങളായ നമുക്കും പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ള ക്രൈസ്തവ വിശ്വാസമാണ് നമ്മൾ ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ ഏറ്റുപറയുന്നത്. തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 662 ഖണ്ഡികയിൽ സ്വർഗാരോഹണം ചെയ്ത യേശു എന്താണ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നവീനവും ശാശ്വതവുമായ ഉടമ്പടിയുടെ ഏകപുരോഹിതനായ ക്രിസ്തു മനുഷ്യനിർമ്മിതമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത്. സ്വർഗത്തിൽ ക്രിസ്തു സ്ഥിരമായി തൻ്റെ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കുന്നു. എന്താണ് സ്വർഗത്തിൽ യേശു നിർവഹിക്കുന്ന പൗരോഹിത്യ ധർമ്മം എന്ന് എബ്രായ ലേഖനത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നു. സ്വർഗത്തിൽ കർത്താവ് മഹത്വത്തോടെ വാണരുളുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കാനാണ് എന്ന് പറയുമ്പോൾ, എന്താണ് ഈശോ മാധ്യസ്ഥം വഹിക്കുന്നതെന്ന് തിരുസഭയുടെ മതബോധ ഗ്രന്ഥം 667 പഠിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: യേശുക്രിസ്തു എന്നേക്കുമായി സ്വർഗീയ ശ്രീകോവിലിൽ പ്രവേശിച്ചപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിനെ നിരന്തരമായി നമ്മുടെ മേൽ വർഷിക്കുന്ന മധ്യസ്ഥനായി സദാ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ടുള്ള ഈശോയുടെ പ്രാർത്ഥന, നമ്മുടെ ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ പൂർണ്ണമായി നവീകരിച്ച് രക്ഷിക്കണമേ എന്നാണ്. അതിനുവേണ്ടി അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തത്, ജീവിച്ചത്, പിടകളേറ്റത്, മരിച്ചത്, ഉയർത്തത്. എന്നാൽ അതോടെ അവിടുത്തെ ദൗത്യം പൂർത്തിയായിട്ടില്ല. അത് നമ്മൾ ഫലമണിയാൻ വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ജപമാലയുടെ സ്വർഗാരോഹണ രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം നമ്മുടെ സ്മരണയിലേക്ക് കൊണ്ടുവരണം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തെ ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവ അന്വേഷിക്കുവിൻ. അതെ, ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും സ്വർഗോന്മുഖരായി സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപ നമ്മൾ ഈ ദിവ്യരഹസ്യം പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ നന്മ നിറഞ്ഞ പറയുമേ ഉരുവിടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സ്വർഗോന്മുഖരായി ജീവിക്കണം. ഈ ഭൂമിയിലെ ഒന്നിനോടും അറ്റാച്ച്ഡാകാതെ, ഈ ഭൂമിയിലെ ഒന്നിനും അടിമപ്പെട്ടു പോകാതെ സ്വർഗ സൗഭാഗ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് ഈ ദീപരഹസ്യം പ്രാർത്ഥിക്കുന്നത്. മഹിമയുടെ 3-ാമത്തെ ദീപരഹസ്യം
ഈശോയുടെ പെസഹാരഹസ്യങ്ങളുടെ പൂർത്തീകരണം എന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ സഭ ഏറ്റുപറയുന്നത്. സിഹിയോൻ മാളികയിൽ പരിശുദ്ധ മാതാവിൻ്റെ അധ്യക്ഷതയിൽ ആദിമവിശ്വാസികൾ 9 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളുടെയും പീഡാസഹനത്തിൻ്റെയും എല്ലാം മകുടം ചൂടലാണ്. സഭ പ്രത്യക്ഷമാക്കപ്പെട്ടത് ആ സംഭവത്തോടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് നമ്മിലുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. 733 ഖണ്ഡികയിൽ മതബോധനന്തം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം സ്നേഹമാകുന്നു, സ്നേഹമാണ് അവിടുത്തെ പ്രഥമ സമ്മാനം, മറ്റുള്ളതെല്ലാം അതിലടങ്ങിയിരിക്കുന്നു. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ഈ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരി വർഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മഹിമയുടെ 1-ാം രഹസ്യം, മഹിമയുടെ 3-ാം രഹസ്യം ധ്യാനിച്ച് ജപമാല ചൊല്ലുമ്പോൾ ദൈവസ്നേഹത്താൽ പൂരിതരാകുവാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് 2-ാമത്തെ ഫലം സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 734 ഖണ്ഡികയിൽ: പാപത്തിൽ നാം മൃതരാണ്, അല്ലെങ്കിൽ മുറിവേറ്റവരെങ്കിലുമാണ്. അതുകൊണ്ട് സ്നേഹമാകുന്ന ദാനത്തിൻ്റെ പ്രഥമ ഫലം നമ്മുടെ പാപങ്ങളുടെ മോചനമാണ്. സഭയിൽ പരിശുദ്ധാത്മ നൽകിക്കൊണ്ട് പാപത്തിലൂടെ നഷ്ടമായ ദൈവിക സാദൃശ്യത്തെ മാമോദിസ സ്വീകരിച്ചവർക്ക് തിരികെ നൽകുന്നു. അപ്പോൾ ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ 2-ാമതായി നമ്മൾ ആഗ്രഹിക്കേണ്ടത് പാപം മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യം തിരികെ കിട്ടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരവിൻ്റെ 3-ാമത്തെ ഫലമായി സഭ പഠിപ്പിക്കുന്ന 735 ഖണ്ഡികയാണ്. ഇപ്രകാരമാണ്: എന്നിട്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം അഥവാ ആദ്യ ഫലങ്ങൾ തരുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതം തന്നെയാണത്. അതാകട്ടെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി നമ്മിലേക്ക് വരുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതം നമുക്ക് നൽകപ്പെടുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതം എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹമാണത്. ഭൂമിയിലെ ഒരു സ്നേഹത്തോടും തുലനം ചെയ്യാൻ സാധിക്കാത്ത സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് പരിശുദ്ധ ത്രിത്വം. അപ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതം, അതാണ് ഇവിടെ സഭ പഠിപ്പിച്ച കൃത്യമായ വാക്കങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് അവിടുന്ന് നമുക്ക് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരം അഥവാ ആദ്യ ഫലങ്ങൾ തരുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതം തന്നെയാണത്. അതായത് ദൈവം നമ്മെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ 3-ാം ദിവരഹസ്യത്തിൽ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹം പരിശീലിക്കാനുള്ള കൃപാവരം നമുക്ക് ലഭിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുവാൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിന് 4-ാമത്തെ ഫലമായി സഭ പഠിപ്പിക്കുന്ന 736 ഖണ്ഡികയിൽ ആത്മാവിൻ്റെ ഈ ശക്തി കൊണ്ട് ദൈവമക്കൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. യഥാർത്ഥ മുന്തിരിച്ചെടിയിൽ നമ്മെ ഒട്ടിച്ചു ചേർത്തവൻ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത,
സൗമ്യത, ആത്മസംയമനം എന്നിവ നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. നമ്മിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ ആത്മാവിൻ്റെ ഫലങ്ങൾ പരിശുദ്ധാത്മാവ് പുറപ്പെടുവിക്കും എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവകാശമായി സ്വീകരിക്കേണ്ട കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ബേസിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിൻ്റെ അനുഭവത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവിലൂടെ നാം പർദീസായിലേക്ക് പുനരാനയിക്കപ്പെടുന്നു. സ്വർഗരാജ്യത്തിലേക്ക് കയറി മക്കളായി ദത്തെടുക്കപ്പെട്ട് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനും ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ പങ്കുചേരാനും പ്രകാശത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാനും നിത്യമഹത്വത്തിൽ പങ്കുപറ്റാനും നമുക്ക് ആത്മധൈര്യം നൽകപ്പെട്ടു. മഹിമയുടെ 4-ാമത്തെ രഹസ്യം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണമാണ്. മാതാവിൻ്റെ സ്വർഗാരോപണം 4 മരിയൻ വിശ്വാസസത്യങ്ങളിൽ ഒന്നാണ്. ഒന്നാമത്തെ വിശ്വാസസത്യം, മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ്. രണ്ടാമത്തത്, മാതാവ് നിത്യകന്യകയാണ്. മൂന്നാമത്തത്, മാതാവ് അമലോത്ഭവയാണ്. 4-ാമത്തെ വിശ്വാസസത്യം മരിയൻ ഡോഗ്മ, മാതാവ് സ്വർഗ ആരോപിതയാണ്. അതേപ്പറ്റി സ്വർഗാരോപണം, മാതാവിൻ സ്വർഗാരോപണം വിശ്വാസത്യമായി പ്രഖ്യാപിച്ചത് 1950 12-ാം പീസ് മാർപ്പാപ്പയാണ്. അതിനെ ആധാരമാക്കി പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഉത്ഭവഭാവത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സ്വതന്ത്രയാക്കി സൂക്ഷിക്കപ്പെട്ടിരുന്ന നിർമ്മല കന്യക അവളുടെ ഇഹലോകവാസത്തിന്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ ആത്മാവോട് മാത്രമല്ല ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന കാര്യം ഒരു വിശ്വാസസത്യമായി സഭ പഠിപ്പിക്കാൻ 1950 കൊല്ലങ്ങൾ എടുത്തു. പക്ഷെ അതിനു മുമ്പ് തന്നെ അത് സഭയിൽ ദൃഢമായൊരു വിശ്വാസമായിരുന്നു. അത് പ്രധാനമായതുകൊണ്ടാണ് എല്ലാ ക്രൈസ്തവരെയും വിശ്വസിക്കാൻ കടപ്പെടുത്തിക്കൊണ്ട് അതിൽ വിശ്വാസസത്യമായി സഭ പഠിപ്പിച്ചിരിക്കുന്നത്. മതബോധനത്തിൽ 969 സ്വർഗാരോപിതയായ മാതാവിനെ പറ്റി ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: കൃപാവരത്തിന്റെ ക്രമത്തിൽ സ്വർഗാരോപിതയായ ദൈവമാതാവ് നമ്മുടെ അമ്മയാണ്. ആ പ്രബോധനം ഇങ്ങനെയാണ്: കൃപാവര ക്രമത്തിലുള്ള മറിയത്തിന്റെ ഈ മാതൃത്വം തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരുടെയും ശാശ്വതമായ പൂർത്തീകരണം വരെ ഇടതടവില്ലാതെ തുടരുന്നു. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ രക്ഷാകരമായ ഈ ദൗത്യം അവൾ മാറ്റിവെച്ചില്ല. നമുക്ക് നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മാധ്യസ്ഥം വഴി തുടർന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച അമ്മ നമുക്കും അതേ ദൈവിക ഭാഗ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പ്രബോധനം വ്യക്തമാക്കുന്നത്. നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ എന്ന പ്രയോഗം അതാണ് കാണിക്കുന്നത്. നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ മറ്റെല്ലാ വിശുദ്ധർക്കും
നമുക്ക് വേണ്ടി ഏത് അനുഗ്രഹങ്ങളും ചോദിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ മറ്റെല്ലാ വിശുദ്ധരും, പ്രത്യേകിച്ച് ഭൂമിയിലെ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ, എന്നാൽ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴിയാണ്. ഇപ്പം മാതാവിനോട് ജപമാലയുടെ 4-ാം രഹസ്യം, മഹിമ 4-ാം രഹസ്യം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് ആത്മശരീരങ്ങളോടെ മഹത്വത്തിൽ വാഴുന്ന മാതാവിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത് ഏറ്റവും ഉയർന്ന അനുഗ്രഹത്തിന് വേണ്ടിയാണ്, ഏറ്റവും വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അതെന്താണ്? നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കൃപാവരം, നിത്യജീവൻ അവകാശമാക്കാനുള്ള കൃപ. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ തന്നെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനാണ്, നിത്യരക്ഷയാണ്. അതിനാവശ്യമായ ദാനങ്ങൾ നമുക്ക് വേണ്ടി തരാൻ പ്രത്യേകമുള്ളൊരു പ്രാർത്ഥനയാണ് മാതാവിൻ്റെ മധ്യസ്ഥത. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ദൈവരഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്. മഹിമയുടെ 5-ാമത്തെ ദൈവരഹസ്യം പരിശുദ്ധ കന്യാമാതാവിൻ്റെ മഹത്വീകരണം അല്ലെങ്കിൽ കിരീടധാരണമാണ്. അതേപ്പറ്റി ഉള്ള സഭാപ്രബോധനം ഇപ്രകാരമാണ്: സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട മറിയത്തെ കർത്താവ് എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കിയവനുമായ തൻ്റെ പുത്രനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടാൻ വേണ്ടിയാണ്. എത്ര പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണിത്! പരിശുദ്ധ മറിയത്തെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി കർത്താവ് ഉയർത്തി എന്ന ആ പ്രബോധനം, അത് നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയമാക്കേണ്ടതാണ്. എല്ലാറ്റിൻ്റെയും രാജ്ഞി, എല്ലാറ്റിൻ്റെയും രാജാവ് പരിശുദ്ധ ത്രിത്വമാണ്. എല്ലാത്തിൻ്റെയും രാജാവ്, പരമാധികാരി. മാതാവിനെ പറ്റി പറയുന്ന വാക്കുകളും ശ്രദ്ധേയമാണ്. എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്വത്തിൻ്റെ കാര്യത്തിൽ ഒഴികെ മാതാവ് യേശുവിനോട് ഏറ്റവും സാമ്യമുള്ളവളായിത്തീർന്നു. അത് ആ പ്രബോധനത്തിൽ എടുത്ത് പറയുന്നുണ്ട്. ഇത് കർത്താക്കളുടെ കർത്താവും പാപത്തെയും മരണത്തെയും കീഴടക്കിയവനുമായ തൻ്റെ പുത്രനോട് അവൾ കൂടുതലായി അനുരൂപപ്പെടാൻ വേണ്ടിയാണ്. മാതാവിൻ്റെ അവർണ്ണനീയമായ ഈ സ്വർഗീയ അധികാരം നമുക്ക് എത്ര വലിയ പ്രത്യാശയാണ് നൽകുന്നത്! മാതാവിനെ അഭിഭാഷിക എന്ന് തിരുസഭ വിളിക്കുന്നതിൻ്റെ കാരണം അതാണ്. ദാവീദിന്റെ വംശപരമ്പരയിൽ രാജാക്കന്മാർ അമ്മരാജ്ഞി എന്ന ഒരു പാരമ്പര്യം പാലിച്ചിരുന്നു. അതായത് രാജാവ് തൊട്ടടുത്ത് രാജാവിൻ്റെ അമ്മയെ രാജാവിന് സമാനമായ സിംഹാസനത്തിൽ ഇരുത്തി മാനിച്ചിരുന്നു. രാജ്യത്ത് ജനങ്ങളുടെ എല്ലാം സങ്കടങ്ങളും പരാതികളെല്ലാം ഈ അമ്മരാജ്ഞിയോടാണ് അവർ പറഞ്ഞിരുന്നത്. അമ്മരാജ്ഞിയാണ് രാജാവായ തൻ്റെ മകനോട് ജനങ്ങൾക്ക് വേണ്ടി വാദിച്ചിരുന്നത്. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിൽ തൻ്റെ ഈ എല്ലാറ്റിൻ്റെയും മേലുള്ള രാജ്ഞി എന്ന സ്ഥാനം
എല്ലാറ്റിൻ്റെ മേലുള്ള രാജ്ഞി, അധികാരി എന്ന സ്ഥാനം പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഉപയോഗിക്കുവാൻ എപ്പോഴും സന്നദ്ധയാണ്. അതിനാൽ മാതാവിനോടുള്ള നമ്മുടെ സ്നേഹം, നമ്മുടെ ആത്മബന്ധം, നമ്മുടെ അടുപ്പം രക്ഷാകരമായിട്ടുള്ളതാണ്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിൻ്റെ പരമ അന്ത്യത്തിലേക്ക്, സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് അവൾ നയിക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം അവൾ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി തൻ്റെ പുത്രനോട് എല്ലാ അർത്ഥത്തിലും അനുരൂപപ്പെട്ടവളായി അവിടെ വാഴുകയാണ്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിൽ രക്ഷയുടെ ആദ്യ വാഗ്ദാനം ദൈവമായ കർത്താവ് പർദീസായിൽ വെച്ച് നടത്തുന്നത് ഇങ്ങനെയാണ്. അത് സാത്താനോട് കർത്താവ് പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇപ്പൊ യേശു തൻ്റെ മനുഷ്യാവതാരവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും വഴിയായി സാത്താൻ്റെ മേൽ പൂർണ്ണ വിജയം നേടിക്കഴിഞ്ഞു. എന്നേക്കുമായി അവനെ തോൽപ്പിച്ചു. മനുഷ്യകുലത്തിന് അവൻ മൂലം അടഞ്ഞുപോയ സ്വർഗം തുറക്കപ്പെട്ടു. എന്നാൽ ഈ യുദ്ധത്തിൻ്റെ തുടക്കം സാത്താനും പരിശുദ്ധ അമ്മയും തമ്മിലായിരുന്നുവെന്ന് ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുകയാണ്. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. ആ യുദ്ധമാണ് അതിൻ്റെ പരിസമാപ്തിയിൽ യേശു ഏറ്റെടുത്ത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യകുലത്തിൻ്റെ ആദത്തിൻ്റെ പാപത്തിന് ദൈവം കൊടുത്ത ശിക്ഷയായിരുന്നു മരണം. അതിൻ്റെ റിവേഴ്സലാണ്, അതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യകുലത്തിന് മുഴുവനും വെറും ജീവനല്ല, നിത്യജീവൻ ലഭിക്കാൻ കർത്താവിൻ്റെ രക്ഷാകര കർമ്മം കൊണ്ട് സാധിച്ചു. അതിൽ പരിശുദ്ധ മറിയത്തിന് അതുല്യമായൊരു പങ്കാളിത്തമുണ്ട്. നമുക്ക് രക്ഷ നേടുത്തുന്നത് യേശുക്രിസ്തുവാണ്. പക്ഷേ പരിശുദ്ധ മറിയത്തിൻ്റെ അനന്യമായ അതുല്യമായ സജീവ പങ്കാളിത്തം വഴിയാണ് ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷ സമ്പാദിക്കാൻ ഈശോ നടത്തിയ രക്ഷാകര കർമ്മങ്ങളിലെല്ലാം വലിയ പങ്കാളിത്തം മറിയം വഹിച്ചതുകൊണ്ട് ആ രക്ഷ നമുക്ക് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ പരിശുദ്ധ മാതാവിന് അനന്യമായ ഒരു സ്ഥാനമുണ്ട്, ഒരു അധികാരമുണ്ട്. എന്നാൽ 5-ാമത്തെ മഹിമരഹസ്യം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ പൂർത്തിയാകാൻ. ഈശോയുടെ ഏറ്റവും വലിയ വാഗ്ദാനം നിത്യമായ രക്ഷയും നിത്യമായ ജീവനുമാണ്. അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദീപരഹസ്യം സമർപ്പിക്കേണ്ടത്. നമ്മൾ പരിശുദ്ധ ജപമാലയുടെ ഓരോ രഹസ്യങ്ങളും ധ്യാനാത്മകമായി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അത് ധ്യാനിച്ചു പോവുകയായിരുന്നു. ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ഓരോ ജപമാല അർപ്പണവും നമ്മുടെ വിശ്വാസങ്ങളുടെ എല്ലാം ഒരു പുനർജീന്തനവും വിശ്വാസങ്ങളുടെ എല്ലാം പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ രക്ഷയുടെ അനുഭവവുമായി തീർച്ചയായും ജപമാല അർപ്പണം നമ്മെ കൊണ്ടെത്തിക്കും. നമുക്ക് ഇടവരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് ദൈവത്തിന് നന്ദി സ്തുതി അർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.